അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്, എന്താ ഈ കേൾക്കണത്? ജോർദാനിലെ ഖാദി ഖുലാത്തുമായി പേരോട് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി. നൗഷോ, ജി കേൾക്കണുണ്ടാ? ജി വാർത്ത കണ്ടിരുന്നില്ലടാ? ഇത് കണ്ടിക്കൂലോ? കണ്ടിട്ടില്ല? ശ്രദ്ധിക്കാതിരിക്കൂല. പേരോട് ഉസ്താദ് എവിടെ വന്നാലും അത് ശ്രദ്ധിക്കാതിരിക്കാൻ സാധ്യതല്ല. കാരണം എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയിട്ടൊക്കെ ഉണ്ടാകും, ഇത് ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാകും. ഉണ്ടാതിരിക്കേക്കാരം. ജോർദാനിലെ ഖാദി ഖുലാത്തുമായി പേരോട് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി. ജോർദാനിലെ എന്താ ഇത് കഥ? ഈ വിവരപ്പം എങ്ങനെയാണ് നൗഷാദ് അറിയാതിരിക്കുക? നൗഷാദ് അറിയാതിരിക്കാൻ സാധ്യതയല്ല. ഇനി ഏതായാലും ഇങ്ങനെ സംഭവിച്ചു. സപ്പോസ് ഇത് സംഭവം ഇപ്പോൾ പത്രത്തിൽ വന്നല്ലോ. ജോർദാനിലെ ഖാദി ഖുലാത്തുമായി പേരോട് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തിയെന്നല്ല, നല്ല ഒരു ഉപഹാരം അതാ കൊടുക്കണ ഖാദി ഖുലാത്ത്. മഹാനായ മൗലാന പേരോട് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദ് അവറുകൾക്ക് അതാ കണ്ട് നോക്കി, നിങ്ങൾ സ്ക്രീനിൽ നോക്കി, അടിപൊളിയായിട്ട് കൊടുക്കണ്. ആ ഖാദി ഖുലാത്ത് ഇനിയിപ്പോൾ നൗഷാദ് ചിലപ്പോൾ ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ വരും കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ നൗഷാദ് വരാൻ സാധ്യത ഉണ്ട്. നൗഷാദ് പറയാൻ എന്തേക്കാരെന്ന് അറിഞ്ഞവിടെ, ജോർദാനിൽ നിന്ന് കാര്യമായ ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു പറയും. ജോർദാനിൽ നിന്ന് കാര്യമായിട്ട് ഒരാൾ എനിക്ക് അവിടുന്ന് ഫോൺ കോൾ ചെയ്തിരുന്നു. എപ്പോഴും പറയാറുണ്ടല്ലോ, മുഷാവറ കൂടിക്കഴിഞ്ഞാൽ പറയും. മുഷാവറയിൽ പ്രധാനപ്പെട്ട ഒരു മെമ്പർ എല്ലാ വിഷയവും ഓനെ അറിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മുഷാവറയിൽ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളുണ്ട്. ഇങ്ങോട്ട് തട്ടിവിടല്ലേ. കേട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം? മുഷാവറയിൽ സ്ഥിരമായി കൊണ്ട് സിനിമ കാണുന്ന ആളുണ്ട്. ഇത് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളെ യഹ്യൽ ബുഖാരി സിനിമയിൽ അഭിനയിച്ചു എന്നും ഇന്ന സിനിമാ നടന്മാരൊക്കെ സ്വർഗത്തിലാണെന്നും നാടകത്തിൽ ഇത്ര ഡാൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മൂപ്പര് പറഞ്ഞപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ അതിനിപ്പോൾ അതൊരു വിഷയമില്ലാത്ത കോലത്തിൽ മുഷാവറയിൽ തന്നെ അല്ലേ സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ആള്. എന്നിട്ടോ AP ഉസ്താദിൻ്റെ പേരക്കുട്ടി ഹക്കീം അസേരിയുടെ മകൻ വലിയൊരു ബിസിനസ്സുകാരനെ കാണാൻ പോയി. ആ ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതോ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ മമ്മൂട്ടിയെ കണ്ടപ്പോൾ ആ മമ്മൂട്ടിയുടെ അടുത്തുനിന്ന് മൂപ്പര് ഇറങ്ങിച്ചെന്നപ്പോൾ AP ഉസ്താദിൻ്റെ പേരക്കുട്ടിയുണ്ട് ഒപ്പം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ 3 പേരും അവിടെ നിന്നുകാണ്ട് ആ സമ്പന്നനായ മുതലാളിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്തിട്ട് കണ്ടോ, മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നു AP ഉസ്താദിൻ്റെ മകൻ ഹക്കീം അസേരിയുടെ മകൻ മഹ്മൂദ്, ഇതാ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നു. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വരാണ്ട് തേങ്ങാക്കൊരയാണ് അപ്പുറത്ത് വരാൻ. ഇത് കാണുമ്പോൾ നമ്മൾ സിനിമക്ക് കൊണ്ടുപോകാൻ കാര്യം തോന്നിപ്പോവും. പച്ച നോണ പറയും. അതങ്ങനെ എടുത്തൊരു ഫോട്ടോ വീഡിയോ ആണ്. അവർ എന്താ ചെങ്ങൈൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ മുതലാളിയുടെ കാണാൻ വേണ്ടി ചെന്ന് വലിയ സമ്പന്നനായ ഒരാളാണ്. അദ്ദേഹം വലിയ കോടീശ്വരനാണ്, വലിയ ആഡംബര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെടുത്ത് കാണാൻ ചെന്നപ്പോൾ ഈ മമ്മൂട്ടിയെ കണ്ടപ്പോൾ അവിടെ നിന്നുകാണ്ടെന്ന് സംസാരിച്ച അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവർക്ക് വേണ്ടിക്കൊണ്ടൊരു ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് കണ്ടോ മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ കാണുമ്പോൾ അപ്പടച്ചോനെ ശരി തന്നെ കേട്ടോ, മമ്മൂട്ടിയോടൊപ്പം നിന്നിക്കണ്, എന്തിനേ പോയിനാവോ? പൊന്നാര ചങ്ങായിമാരെ, മമ്മൂട്ടിനെ കാണാൻ പോയതല്ല, ഒരു മുതലാളിയെ കാണാൻ വേണ്ടി പോയതാണ്. അയാളുമായിക്കൊണ്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ മമ്മൂട്ടിനെ കണ്ടപ്പോൾ ഇനി മമ്മൂട്ടിനെ തന്നെ കാണാൻ പോയി നോക്കുക. എന്താ മമ്മൂട്ടിനെ കാണാൻ പോയാൽ? മമ്മൂട്ടി പള്ളിയിൽ വരുന്ന മനുഷ്യനല്ലേ,
മുഹമ്മദ് കുട്ടിയല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. അതേ പള്ളിയിൽ വരുന്ന നിസ്കരിച്ച ആളൻ അയാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അത് അയാളും റബ്ബുമായി. അയാൾ നമ്മളെ പള്ളിയിൽ ഇമാമർത്തതേ അതല്ലെങ്കിൽ കാദിയാക്കിയേ അല്ലെങ്കിൽ പള്ളിയിൽ മുക്രിയാക്കിയ അല്ലെങ്കിൽ മദ്രസ പഠിപ്പിച്ചാനാക്കിയിട്ടൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ സൂഫിയായിട്ടൊന്നും നമ്മൾ കണക്കൂട്ടിയിട്ടില്ലല്ലോ, ഇതൊന്നുമില്ലല്ലോ. ഇത് പിന്നെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ പെട്ടയാളാണ് എന്നും നമ്മൾക്ക് എല്ലാമായ ആൾ ഇന്ന ആൾ തന്നെയാണെന്നും നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച അദ്ദേഹം വന്നിട്ടാ പറയണേ ഞാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കണെന്നും ഇത്ര നാടകം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇത്ര നൃത്തം വെച്ചിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം വന്ന് പറയുന്നത്. ആ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഗണ്ണിക്കാൻ വേണ്ടി കൊണ്ട് മമ്മൂട്ടിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തുക്കുക. ഊസുറും പൂളിൻ്റെ പൊന്നാര നൗഷാദ്, എനിക്ക് ഊസുറും പൂളി മാന അവസാനം എന്നൊക്കെ പറയില്ലേ നമ്മളെ പാട്ടിക്കാട് കുഞ്ഞാൻ എന്ന പോലെ എന്തെങ്കിലും ഉണ്ട് എൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ കാണിക്കാൻ പോണ ഏതൊക്കെയാരെന്നറിയോ, ഈ ജോർദാനിൽ കാദി ഖുദാത്തുമായി പേരോട് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി. ഇനി ഈ വിഷയവും പറയും. എനിക്ക് ജോർദാനിൽ നിന്ന് കാര്യപ്പെട്ട ഒരാൾ വിളിച്ചിരുന്നു, പ്രധാനപ്പെട്ട ഒരാൾ ജോർദാനിലെ ഖാദിയുടെ പ്രധാന സെക്രട്ടറിമാരിൽ ഒരാൾ വിളിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി നാളെ മറ്റന്നാൾ വരിക. ഇവനെ ഊസുറുമുടില്ലേ, തൊള്ളക്ക് യാതൊരു ലക്കുല്ല കാനുമില്ലാത്തൊരു മനുഷ്യനാണ് നൗഷാദ് എന്ന് പറഞ്ഞാൽ. അങ്ങോട്ട് താട്ടി വിടുക തന്നെ. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തിരുന്ന് കാണാം. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും കാദി ഓന് ചിലപ്പോൾ കാദി തന്നെ വിളിച്ചിട്ടുണ്ടാവും നൗഷാദിന്. ഓൻ്റെ വർത്താനം ഇനി വരാൻ പോണത് ചിലപ്പോൾ നേർക്ക് നേരെ അവനക്ക് കാദി തന്നെ വിളിച്ചു എന്നും പറയാൻ മടിക്കാത്ത നൗഷാദ്. ഓൻ്റെ പേരാണ് കുരുവട്ടൂര് നൗഷാദ്, കാട്ട് കള്ളൻ.